അന്വേഷണം ഉന്നതരിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അവർ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു ഈ ബൈജുവിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അവർ പ്രവർത്തിച്ചിരുന്ന സമയത്തെ അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, ഇതൊക്കെ മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ മാധ്യമങ്ങൾക്കടക്കം കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അവർ ഉദ്ദേശിച്ച വഴിക്കല്ല കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ഒരു നിരാശയും ഇങ്ങനെ ഈ കോൺഗ്രസ് പശ്ചാത്തലമൊക്കെ മറച്ചു വെക്കുന്നതിന് പുറകിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതുതന്നെയാണ് മനു സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിൽ കോൺഗ്രസ് പശ്ചാത്തലം ആരും തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നില്ല. തീർച്ചയായും അത് വലതുപക്ഷ മാധ്യമങ്ങൾ എടുക്കാനും സാധ്യതയില്ല എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഇത്തരം വാർത്തകൾ ആരും തന്നെ ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ അതൊരു വാർത്തയായി കൊടുക്കാനോ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് നേരത്തെ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ സഹിതം ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഇത് നേരെ CPM-നെതിരെയോ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ ആണെങ്കിൽ ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും വളരെ ആവേശത്തോടെ തന്നെ വാർത്ത കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണതയും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് കോൺഗ്രസ് പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ഇയാൾ കോൺഗ്രസിൻ്റെ യൂണിയനിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് വിരമിച്ച ശേഷവും കോൺഗ്രസ് യൂണിയനിൽ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇയാളുടെ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒപ്പം ഇയാൾക്കും ഈ ഈ കോൺഗ്രസ് പാർട്ടിക്കും ഇതിൽ പങ്ക് ഉണ്ടെങ്കിൽ അതും ഉടനെ വ്യക്തമാകും എന്ന കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. മനു.